നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 77ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ച് രാജ്യം. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ആഘോഷം നടന്നു. അതേസമയം താലൂക്ക് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ആഘോഷത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രോട്ടോകോൾ ലംഘനം ആരോപിച്ച് പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർ രംഗത്തെത്തി. അപകടങ്ങൾ ഒഴിയാതെ ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിലെ ദേശമംഗലം തലശ്ശേരി സെന്റർ. പ്രധാന പാതയിൽ സിഗ്നൽ സംവിധാനങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മേഖലയെ അപകടരഹിതമാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. നഗരവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി വടക്കാഞ്ചേരി PWD ഗസ്റ്റ് ഹൌസിന് സമീപം തീപിടുത്തം. തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ സംയോജിതമായി ഇടപെടൽ നടത്തി ആർട്സ് വളണ്ടിയർമാരും ഗസ്റ്റ് ഹൌസിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും. മറ്റു ദൗത്യത്തിലായതിനാൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയെങ്കിലും ഗസ്റ്റ് ഹൌസിൽ നിന്നും വെള്ളം ശേഖരിച്ച് തീ മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടഞ്ഞു. വേനൽ ചൂട് കനത്തതോടെ വിശ്രമമില്ലാതെ ജോലിയെടുക്കാൻ നിർബന്ധിതരായി ഫയർഫോഴ്സ് ജീവനക്കാർ. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നവരായി ജനപ്രതിനിധികൾ മാറണമെന്ന K. രാധാകൃഷ്ണൻ MP. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് പൗരാവലി നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ സ്വീകരണ യോഗത്തിൽ നിന്നും കോൺഗ്രസ് കൗൺസിലർമാർ വിട്ടുനിന്നു.